കഞ്ചാവ് കൈവശം വച്ചതിനും ഉപയോഗിച്ചതിനും സിനിമാ സംവിധായകരായ അഷ്റഫ് ഹംസയും ഖാലിദ് റഹ്മാനും റാപ്പർ വേടനും അറസ്റ്റിലായ സംഭവത്തിൽ പ്രതികരണവുമായി അഖിൽ മാരാർ. മയക്കുമരുന്നിന് പുറകെ പോകാതെ കഞ്ചാവ് കേസിന് പുറകെ പോകുന്ന എക്സൈസും പോലീസും ആരെയാണ് സഹായിക്കുന്നതെന്ന് അഖിൽ മാരാർ ചോദിക്കുന്നു. സിനിമാ മേഖലയിൽ വലിയൊരു വിഭാഗം ലഹരിക്ക് അടിമകളാണ്. തീർച്ചയായും ഇവരെ തടയണം. എന്നാൽ ഇതിനേക്കാൾ ഗുരുതരമായ രാസലഹരി വേട്ട ചെയ്യേണ്ട സമയം ഇരുട്ടിൽ തപ്പിയിട്ട് 1.5 ഗ്രാം കഞ്ചാവ് വലിച്ചു തിരക്കഥ എഴുതാനിരിക്കുന്നവരെ പൊക്കി ആശ്വാസം കൊള്ളുകയല്ല വേണ്ടത് എന്ന് അഖിൽ മാരാർ. പണിയെടുക്കാതെ കറങ്ങി നടക്കുന്ന ആശാരിച്ചേട്ടന്മാരെ ചോറ് റെഡിയായി എന്ന് പറഞ്ഞു വിളിച്ചാൽ അപ്പോൾ തന്നെ ഉളിരാകി പണിയോട് പണിയാണ്. അതാണിപ്പോൾ കേരള പോലീസും എക്സൈസും ചെയ്തു കൂട്ടുന്നത്. നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കിടയിൽ വലിയ തോതിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടിയെന്നും സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് അവരെ വലയിലാക്കാൻ മാഫിയകൾ സജീവമാണെന്നും വാർത്തകൾ വന്നപ്പോൾ മയക്കുമരുന്ന് പിടിക്കാതെ കഞ്ചാവിന്റെ പിന്നാലെ ഓടുന്ന പോലീസും എക്സൈസും സത്യത്തിൽ ആരെയാണ് സഹായിക്കുന്നതെന്നാണ് സംശയം. മയക്കുമരുന്നടിച്ച് അമ്മയെയും സഹോദരങ്ങളെയും കൊല്ലുന്ന ഒരു കൂട്ടർ, കഞ്ചാവടിച്ച് സൂപ്പർ ഹിറ്റ് സിനിമകളും വരികൾ തീപടർത്തുന്ന പാട്ടുകളും സൃഷ്ടിക്കുന്ന മറ്റൊരു കൂട്ടർ. വാർത്തകൾക്കും പബ്ലിസിറ്റിക്കും വേണ്ടി ഷോ കാണിക്കാം. പക്ഷെ നിങ്ങളുടെ ഈ ഷോയിൽ രക്ഷപ്പെടുന്നത് മയക്കുമരുന്ന് മാഫിയകളാണ്. ഒന്നുകിൽ ലൂസിഫർ സിനിമയിലെ പോലെ ഒരു മയക്കുമരുന്ന് മാഫിയയുടെ കാർട്ടൽ ഇവിടുത്തെ പ്രബലർക്ക് ഫണ്ട് നൽകുന്നുണ്ടാവാം. അല്ലെങ്കിൽ ആശാരിച്ചേട്ടന്മാർ ചെയ്യുന്നത് പോലെ യഥാർത്ഥ പണിയെടുക്കാതെ പണി ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കഷ്ടപ്പെടുന്നതുമാവാം. രണ്ടായാലും നിയമപ്രകാരം കഞ്ചാവ് ഉപയോഗിച്ചാൽ വലിയ ശിക്ഷയൊന്നുമില്ലാത്ത ഈ രാജ്യത്ത് വേടൻ ഇനിയും കഞ്ചാവ് അടിക്കും. അവന്റെ വേദന വരികളായി മാറും. ആ വരിയിൽ ശബ്ദം കൊണ്ടവൻ തീ പടർത്തും. ആ തീ കാട്ടുതീയായി മാറും. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഒക്കെ ഇനിയും കഞ്ചാവ് വലിക്കും. ഇതിനേക്കാൾ മികച്ച സിനിമകളും എടുക്കും. ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും അത് കണ്ട് ആസ്വദിക്കും. സിനിമാ മേഖലയിൽ വലിയൊരു വിഭാഗം ലഹരിക്ക് അടിമകളാണ്. തീർച്ചയായും ഇവരെ തടയണം. എന്നാൽ ഇതിനേക്കാൾ ഗുരുതരമായ രാസലഹരി വേട്ട ചെയ്യേണ്ട സമയം ഇരുട്ടിൽ തപ്പിയിട്ട് 1.5 ഗ്രാം കഞ്ചാവ് വലിച്ച് തിരക്കഥ എഴുതാനിരിക്കുന്നവനെ പൊക്കി ആശ്വാസം കൊള്ളുകയല്ല. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും കുറച്ചു വാറ്റുചാരായം പൊക്കിയാൽ വെറും മണിക്കൂറുകൾ ചോദ്യം ചെയ്താൽ വാറ്റിയവന്റെ വീട്ടിൽ പോലീസിന് ചെല്ലാം. എന്നാൽ രാസലഹരി പിടിച്ചാൽ അത് എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല, ആർക്കും അറിയണ്ട. അവിടെയാണ് കേരളത്തിൽ ഒരു നാർക്കോട്ടിക് ഫണ്ട് ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടത്. കഞ്ചാവിനെ ന്യായീകരിച്ചു എന്ന് ചില കഴുതകൾക്ക് തോന്നാം. അവർക്ക് വേണ്ടി ലളിതമായ ഒരു ഉദാഹരണം കൂടി പറയാം. നാട്ടിൽ കടുവയിറങ്ങി മനുഷ്യരെ കൊന്നു. കടുവയെ പിടിക്കാൻ വന്ന വനം വകുപ്പ് തെരുവ് പട്ടികളെ ഡെയിലി പിടിച്ചിട്ട് നാട്ടുകാരോട് പറയുകയാണ്, റോഡിലൂടെ പോകുന്നവരെ കടിച്ച പട്ടികളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. പട്ടികൾ ശല്യമാണ്. എന്നാൽ നാടിന്റെ പ്രശ്നം മനുഷ്യരെ തിന്നുന്ന കടുവയാണ്. കടുവയെ മയക്കുമരുന്നും തെരുവ് പട്ടിയെ കഞ്ചാവുമായി കണ്ടാൽ ഞാൻ എഴുതിയത് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാവും.